കെ-റെയിലിൽ കേരളം കേന്ദ്രത്തിന് വഴങ്ങാൻ സാധ്യത. പദ്ധതി നടത്തിപ്പിന് പുതിയ മാർഗത്തിലേക്ക് മാറേണ്ടി വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പഴയ പദ്ധതിക്ക് കേന്ദ്ര അംഗീകാരം കിട്ടാത്ത സാഹചര്യത്തിലാണ് മാറ്റം ആവശ്യമായിരിക്കുന്നതെന്നും MV ഗോവിന്ദൻ. കെ-റെയിൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോയപ്പോൾ പലരും പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾക്ക് പണം. അന്ന് സഖാവ് പിണറായി പറഞ്ഞു, പണം കേരളത്തിനൊരു പ്രശ്നമല്ല, പദ്ധതി നിങ്ങൾ അംഗീകരിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷേ അവരത് അംഗീകരിച്ചില്ല. പുതിയ മാർഗം നമ്മൾക്ക് കണ്ടെത്തേണ്ടി വരും. കേരളത്തിന് 10-50 വർഷക്കാലത്തെ വികസനം കണ്ടുകൊണ്ടാണ് കെ-റെയിൽ അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പുതിയ സമീപനത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കെ-റെയിൽ വിഷയത്തിൽ പുതിയ സമീപനത്തിലേക്ക് മാറേണ്ടി വരും എന്നുള്ള CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തെ നമുക്ക് എങ്ങനെ കാണാം? രോഹിണി, കെ-റെയിൽ വരില്ല എന്ന സൂചന തന്നെ നൽകിക്കൊണ്ടാണ് MV ഗോവിന്ദന്റെ ഈ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. കെ-റെയിൽ പുതിയ മാർഗത്തിലേക്ക് മാറേണ്ടി വരുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറയുന്നത്. പദ്ധതിക്ക് വേണ്ടി പുതിയ സമീപനം സ്വീകരിക്കേണ്ടി വരും. കേന്ദ്ര അംഗീകാരം കിട്ടാത്ത സാഹചര്യത്തിലാണ് മാറ്റം ആവശ്യമായിരിക്കുന്നതെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. മാത്രമല്ല, പദ്ധതിക്ക് പണം തടസ്സമായിരുന്നു. കേരളത്തിൽ അരനൂറ്റാണ്ട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതിയായിരുന്നു കെ-റെയിൽ എന്നും ഈ MV ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഈ പദ്ധതി വരാൻ സാധ്യതയില്ല എന്നൊരു സൂചന തന്നെയാണ് MV ഗോവിന്ദന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.